ഒരു വികസനവും എത്താത്ത, ആരോടും ഒന്നിനും പോവാത്ത വളരെ സാധുക്കളായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ ഈ കുണ്ടന്നൂർ ഗ്രാമം, ഈ ഗ്രാമത്തിൽ നമ്മുടെ ഉറക്കം കളയുന്ന, നമ്മുടെ അഭിമാനമായ അടിവസ്ത്രം പോലും അടിച്ചു മാറ്റുന്ന ആ ആഭാസന്മാരെ ഈ നാട്ടിൽ നിന്നും അടിച്ചോടിക്കാൻ നമ്മൾ ഇന്നു മുതൽ ഒരു ടീമായി ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പൗരപ്രമാണിയും പ്രമുഖനും പണക്കാരനുമായ, സർവോപരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ദാസേട്ടൻ കുണ്ടന്നൂർ, അതുപോലെ തന്നെ നിങ്ങളുടെ നാടിന്റെ കണ്ണിലുണ്ണിയായിട്ടുള്ള, നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ഈ മെമ്പറും ചേർന്ന് ഷഡ്ഡിക്കള്ളന്മാരെ തുരത്താൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ഇന്നു മുതൽ ഒരു ടീമായി പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്ത്രീകൾ കിഴക്ക് ഭാഗത്തേക്ക് ടീമായിട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ പുരുഷന്മാരെല്ലാവരും ചേർന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുക. ചാലഞ്ചേഴ്സിന്റെ യുവരക്തങ്ങൾ ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും തെക്കോട്ടും ഞാനും ദാസേട്ടനും വീട്ടിലേക്കും അല്ല വടക്കോട്ടും പോകുന്നതായിരിക്കും. എന്തായാലും ഈ ഷഡ്ഡിക്കള്ളന്മാരെ തുരത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആരോ തരാൻ പറഞ്ഞോ? എന്താ നീയല്ല നിന്റെ തന്ത വിചാരിച്ചാലും ഞങ്ങളെ പിടിക്കാനാവില്ല. പ്രിയ ഗ്രാമവാസികളെ, ഈ ഗ്രാമത്തിനെ ദുരിതക്കയത്തിലേക്ക് നയിച്ച ആ കള്ളന്മാരെ പിടിച്ചിരുന്നവർക്ക് എന്റെ വക 5 ലക്ഷം. എന്റെ വാക്കാണ്, ദാസേട്ടൻ കുണ്ടന്നൂരിന്റെ വാക്ക്. ഇപ്പൊ ശരിയായി തരാം. सुबह से बुला रही हो, उठा नहीं रहे वो। काम पे लगा हुआ लगता है, थक गया हुआ, सो गए लगता है। अरे बेटी सोने लगा? सो गई हूँ। बेटी भी सो गई, बाप भी सो गया। सो जा बेटा, सो जा सो जा सो जा। സൂക്ഷിച്ച് അവിടെ ഇവിടെയും തട്ടി വീഴല്ലേ. ഇവിടെയൊക്കെ എന്തൊക്കെയാ ഉണ്ടാവുക പോലും അറിയില്ല. എടാ കള്ളാനെ പിടിച്ചാൽ 5 ലക്ഷം ഉറുപ്പിക കിട്ടും. സൂക്ഷിച്ചെടുക്കേ. നോക്ക്
എടാ പൊട്ട, നമ്മളെ മുതലാളി ദാസേട്ടന്റെ വീട്ടില് CCTV ക്യാമറയിലെ ഇതുപോലത്തെ ഡ്രസ്സാണ് കള്ളന്മാരിട്ട്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടാ? എടാ കള്ളന്മാർ ഇതുപോലത്തെ ഡ്രസ് ഇട്ട് വരുന്ന എന്തിനാ? നമ്മളെ പേടിപ്പിക്കാൻ. നമ്മൾ ഈ കള്ളന്മാരെ ഡ്രസ്സ് പോലെ ഇട്ട് പോയാല് കള്ളന്മാര് നമ്മളെ കണ്ടാ പേടിച്ചാല് നമുക്ക് കള്ളന്മാരെ പിടിച്ചൂടെ? ബുദ്ധിമാനാടാ നീ. ഈ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്താന്ന് തോന്നുന്നു. ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ പന്തവും കത്തിച്ചോണ്ട് കിടക്കല്ലേ ആ കോണാങ്കള്ളനെ പിടിക്കാൻ വേണ്ടി. എന്റെ വീട്ടിലെ പെണ്ണുങ്ങളും പോയിന്ന്. ഓളും പോയാ? അനക്കെന്തോലും വട്ടുണ്ടാ? ഇന്നത്തെ കാലത്തുണ്ടാ കള്ളന്മാരായാലും ഷഡ്ഡി വാങ്ങാൻ കായിലാണ് കിടക്കുന്നത്. പിന്നെ നമ്മളവിടെ വന്നാ കള്ളം ചമ്മി പോവും. അതെ, നമ്മള് പണ്ടേ ഉപയോഗിച്ചതാ. അല്ല, നീ ആ ദാസപ്പ തന്ന ഷഡ്ഡി വാങ്ങിയ? ആദ്യം വാങ്ങിയ ഞാനല്ലേ ചോപ്പ എടുത്ത ഫസ്റ്റ്. വ്യക്തിത്വം ഉണ്ടോ എനക്ക്? എന്ത് വ്യക്തിത്വം? അതിന് ഈ കുട്ടൻ ഉമ്മറത്ത് വന്നിട്ട് ഷഡ്ഡി വേണോ വേണോന്ന് വെച്ച് ഞാൻ വാങ്ങിയില്ല. അതാണ് ഈ കുട്ടന്റെ വ്യക്തിത്വം. പൊന്തക്കാടാണ്. അണലികൾ കൂട്ടുകുടുംബത്തോടെ കഴിയണ സ്ഥലവും. ഇവിടെ നിക്കറിടാതെ കുട്ടന്റെ വ്യക്തിത്വം കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അണലികൾ കുട്ടന്റെ വ്യക്തിത്വം കൊണ്ട് അങ്ങ് പോകും. പിന്നെ കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് ഞാൻ വരൂല കേട്ടാ. അതിനൊരു വ്യക്തിയുള്ള അനലി ഇവിടെ ഇല്ല. ആടെന്തോ ഒരു അനക്കുണ്ടല്ലോ. എന്റെ വിലാസിനേച്ചി, എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം. കഷ്ടപ്പെട്ട് പണിക്കുണ്ടാക്കി പൈസ എല്ലാം അടിപൊളിയാക്കി തരണം.